IB ഉദ്യോഗസ്ഥർ ചമഞ്ഞുള്ള തട്ടിപ്പുകൾക്ക് പിന്നിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് സംശയിച്ച രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ IBയുടെ വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ കടന്നുകയറി ഇരുന്നോ എന്ന് സംശയിക്കുന്നു. സംസ്ഥാനത്ത് വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നുണ്ട്. രേഷ്മ, ഇത് വലിയൊരു പ്രശ്നമാണല്ലോ. കാരണം IB ഉദ്യോഗസ്ഥരായി ചമഞ്ഞ് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് സുപ്രധാന ഇടങ്ങളിൽ കയറിയോ എന്ന സംശയം വരികയാണ്. അത്ര ചെറിയ വിഷയമല്ലല്ലോ. അതെ കൃഷ്ണരാജ്, സാമ്പത്തിക തട്ടിപ്പ് മാത്രമല്ല ഇക്കാര്യത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം കരുതുന്നത്. അതായത് മറ്റ് ചില രഹസ്യമായിട്ടുള്ള അല്ലെങ്കിൽ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നുഴഞ്ഞു കയറാനായിട്ട് വേണ്ടിയിട്ടാണോ ഇത്തരം തട്ടിപ്പുകൾ നടത്തിയെന്നുള്ള ഒരു സംശയമാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ വിശദമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അതിൻ്റെ വിശദാംശങ്ങൾ നിലവിൽ രഹസ്യാന്വേഷണ വിഭാഗം തേടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഒരു സ്ത്രീയിൽ നിന്നും ഇത്തരത്തിലൊരു IB ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് വരാപ്പുഴ സ്വദേശി പ്രണവ് എന്ന് പറയുന്ന ഒരു വ്യക്തി പണം തട്ടിയെടുത്തത്. ഈ പ്രണവിനെയും രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്തിരുന്നു. അതായത് ഉദ്യോഗസ്ഥർ കരുതുന്നത് കേവലം ID കാർഡുകൾ നിർമ്മിച്ച് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചുകൊണ്ട് ഇത്തരത്തിൽ പണം അപഹരിക്കുന്ന ഒരു കാര്യം മാത്രമല്ല ചെയ്തിട്ടുള്ളത്. ചില രാജ്യവിരുദ്ധ ശക്തികളുമായി ചേർന്നുകൊണ്ട് അവരുടെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്ന തരത്തിലേക്കും ഇത്തരക്കാർ മാറിയിരുന്നു എന്നുള്ളൊരു സംശയമാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിനുള്ളത്. ഒരു ചെറിയ രീതിയിലുള്ള തട്ടിപ്പൊന്നും അല്ല ഇവർ നടത്തിയിട്ടുള്ളത്. വ്യാജമായിട്ട് തിരിച്ചറിയൽ രേഖകൾ സംഘടിപ്പിക്കുക, പിന്നീട് അത് ഉപയോഗിച്ച് സ്ത്രീകളെ അടക്കം വലയിലാക്കുക, ഒപ്പം തന്നെ മറ്റ് ചില കേന്ദ്രങ്ങളിൽ കൂടി നുഴഞ്ഞു കയറാനായിട്ടുള്ള ഒരു ID കാർഡായിട്ട് ഇവ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് സംശയം നിലനിൽക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാടിലേക്കോ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് കൂടുതലും ഇത്തരം ഒരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ പരിചയപ്പെടുന്ന ആളുകൾ അവരെ കേന്ദ്രീകരിച്ചുമാണ് ഈ സാമ്പത്തികമായിട്ട് അവരിൽ നിന്ന് പണം തട്ടിയെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ എവിടെയാണ് നിർമ്മിച്ചിട്ടുള്ളത്, ആ തട്ടിപ്പ് സംഘത്തിന്റെ കേന്ദ്രം എവിടെയാണ്, ഇതടക്കമുള്ള കാര്യങ്ങളിലും അന്വേഷണം തുടരുന്നുണ്ട്. ഈ ഒരു വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ IB ഉദ്യോഗസ്ഥർ ചമഞ്ഞുകൊണ്ടും മറ്റ് ചില പ്രവർത്തനങ്ങൾ കൂടി ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനവും ഈ അന്വേഷണ വിഭാഗങ്ങൾക്കുണ്ട്. എന്നാൽ രഹസ്യാന്വേഷണ വിഭാഗം സമാന്തരമായിട്ട് തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പ്രണവിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഈ ID കാർഡുകൾ നിർമ്മിച്ച ചില കേന്ദ്രങ്ങളെ സംബന്ധിച്ച് സൂചന ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലായിരിക്കും ഇതിന്റെ യഥാർത്ഥ ആസൂത്രകർ ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം ചെന്നെത്തുക. കൃഷ്ണരാജ്, IB ഉദ്യോഗസ്ഥർ ചമഞ്ഞുള്ള തട്ടിപ്പുകൾക്ക് പിന്നിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളോ എന്ന സംശയമാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് സുപ്രധാന ഇടങ്ങളിൽ കയറിയോ എന്ന സംശയവും വയ്ക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.